നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ തിറയാട്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ടതാണ് തീക്കുട്ടിച്ചാത്തൻ്റെ തോറ്റം. അതെ, തോറ്റങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പം സംസ്ഥാന തലത്തിൽ തന്നെ സമ്മാനങ്ങൾ എ ഗ്രേഡ് വാങ്ങിയതിൽ ഏറ്റവും കൂടുതലുള്ളത് തോറ്റങ്ങളാണ്. നാടൻ പാട്ടിനങ്ങളിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് തോറ്റങ്ങളാണ് കൂടുതലും. നമുക്ക് തന്നെ അറിയാം, പലപ്പോഴും ഒരു അനുഷ്ഠാന കല എന്നുള്ള രീതിക്ക് തെയ്യം, തെറ പോലുള്ളവ പൊതുമധ്യത്തിൽ അവതരിപ്പിക്കുന്നതിന് ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളും ഒക്കെ നടന്നു വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള തോറ്റങ്ങൾ നാടൻ പാട്ടുകളായി അവതരിപ്പിക്കുന്നത് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനും ശ്രദ്ധിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ നാടൻ പാട്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം, അതുപോലെ തന്നെ ഒരുപാട് കേരളോത്സവം പോലുള്ള മത്സരവേദികളിൽ നമ്മുടെ ദൈവത്തിൻ്റെ തോറ്റങ്ങൾ അവർ ട്യൂണിലൊരു മാറ്റം വരുത്തി അതേപോലെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതിന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അതിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മളെ മൺമറഞ്ഞു പോയവർ അത്രയും കഷ്ടപ്പെട്ട് എഴുതി വെച്ച തോറ്റങ്ങളാണ്. ചിലപ്പോൾ അവർക്ക് എന്താ പറയുക, അത്രയ്ക്കും പണ്ടുള്ളവരൊക്കെ അത്രയും എന്താ പറയുക മന്ത്രവാദികളും അതുപോലത്തെ ഉപാസകന്മാരുമാണ്. അപ്പോൾ അവരുടെ മുന്നിൽ തെളിഞ്ഞ കാര്യങ്ങളായിരിക്കും അവരെ എഴുതി വെച്ചത്. അതിങ്ങനെ പെട്ടെന്ന് എടുത്തുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ, ഒരു പൊതുമധ്യത്തിൽ, ഇത് ഒരു ക്ഷേത്രത്തിൽ, ഒരു ക്ഷേത്രാങ്കണത്തിൽ ദൈവത്തെ ചൊല്ലി ഉണർത്തേണ്ട തോറ്റാണിത്. അത് ഇത്ര ഒരു വേദികളിൽ പോയിട്ട് അവിടെ തുടി തച്ചിട്ട് അവിടെ പാടി ജസ്റ്റ് ഒരു മത്സരത്തിന് വേണ്ടി നമ്മുടെ ഇത്രയും പാരമ്പര്യം എഴുതി വെച്ച് ഈ ഒരു തോറ്റം അവിടെ ഒരു എന്താ പറയുക പൊതുവേദിയിൽ ചൊല്ലിയിട്ട് അതിൻ്റെ ഒരു വില നശിപ്പിക്കുക, അല്ലെങ്കിൽ അതിനൊരു ദൈവാധീനം നശിപ്പിക്കുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ പണ്ടുള്ള പിന്നെ ഈ തോറ്റങ്ങളും അതുപോലെ തന്നെ വരവിളികളും എല്ലാം രഹസ്യമായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടവർക്കല്ലാതെ മറ്റുള്ളവർക്ക് അത് കിട്ടില്ല. അത് നമുക്കറിയാം. പണ്ടുള്ള തോറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ചറിയാം. എന്താണ് അയാൾ ചെല്ലുന്നതെന്ന് പോലും പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാകില്ല. പക്ഷേ ചെല്ലുന്നത് കറക്റ്റായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു മൈക്കിലൂടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മീഡിയയിലൂടെ വരുമ്പോൾ ആ തോറ്റങ്ങൾ ഔട്ടാകുക, അതുപോലെ തന്നെ അതിനൊരു ദൈവാധീനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ മലയ സമുദായക്കാരുടെ ഭൈരവൻ പാട്ട്, ഭൈരവൻ തോറ്റം സംസ്ഥാന യുവജനോത്സവത്തിൽ നിന്ന് സംഗീത സംവിധായകൻ കാണുകയും അത് സിനിമയിലേക്ക് എടുക്കുകയും ചെയ്തു. അങ്ങനെ സിനിമയിലേക്ക് എടുക്കുമ്പോഴും അല്ലെങ്കിൽ കുട്ടികൾ പാടുമ്പോഴൊക്കെ അത് കുറച്ചുകൂടി ജനകീയമാവുകയല്ലേ ചെയ്യുക? അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത് പോലെയുള്ള ഒരു പരിണാമം തെയ്യം കലയ്ക്കും വേണ്ടേ? അതിനെ അങ്ങനെ എന്തുകൊണ്ട് നോക്കിക്കാണുന്നില്ല? ഈ കാര്യങ്ങളൊക്കെ ജനകീയമായിട്ട് എന്താ കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞു, പണ്ടുള്ളവർ അത്രയും രഹസ്യമായിട്ട് എഴുതി വെച്ച കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒരു പൊതുവേദിയിലേക്ക് എടുത്തുകൊണ്ട്, ഇപ്പോൾ തന്നെ ഭൈരവൻ പാട്ട്, ഭൈരവൻ തോറ്റം, അത് ആരാ കൊടുത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയുണ്ട് ഒരുപാട് മനോഹരമായിട്ടുള്ള തോറ്റങ്ങൾ ഇതിലുണ്ട്, ഒരുപാട്. ഇതൊന്നുമല്ല തോറ്റങ്ങൾ, വളരെ നല്ല രീതിയിലുള്ള തോറ്റങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ ഇറങ്ങിയാണ് ഈ ഭൈരവൻ തോറ്റം എന്ന് പറയുന്നത്. ആ ഭൈരവൻ്റെ അതിൽ ട്യൂണിൽ വ്യത്യാസം വരുത്തി, അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ വേറെ വ്യത്യാസം വരുത്തി. അപ്പോൾ അങ്ങനെയുള്ള തോറ്റങ്ങൾ ഇതിലേക്ക് കൊണ്ടുപോകുന്നതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്നാണ്. പിന്നെ പറഞ്ഞത്, ഇതൊക്കെ ഈ തെയ്യങ്ങളും പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു അനുഷ്ഠാന കല എന്നതിലുപരി നമ്മളെ ഈ കലയ്ക്ക് കിട്ടുന്നൊരു ആ ഒരു പ്രസക്തി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഒരു തെയ്യത്തെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പൊതുവേദിയിലേക്ക് നമ്മൾ തെയ്യത്തെ കൊണ്ടുവരുമ്പോൾ, ആ തെയ്യത്തിനെ എത്രത്തോളം ആൾക്കാർ അംഗീകരിക്കും എന്നൊരു സംശയമില്ലേ? കാരണം ഒരു ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു തീക്കുട്ടിച്ചാത്തൻ തെയ്യം ഇറങ്ങുക, അല്ലെങ്കിൽ ഒരു ഭൈരവൻ തെയ്യം ഇറങ്ങുമ്പോൾ അവിടെ എല്ലാവരും കൈകൂപ്പി നിൽക്കുന്നൊരവസ്ഥയാണ്. അവിടെ ഒരു നിയമമുണ്ട്. ആ നിയമത്തെ മറികടക്കാൻ മറ്റുള്ളവർക്കാവില്ല. അവർ ക്ഷേത്ര ചടങ്ങാണ്. മറിച്ച് അതേ തെയ്യം നമ്മളിപ്പോൾ കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ വരുമ്പോൾ അതിൽ പോകുന്നവരൊക്കെ ഒന്ന് തോണ്ടി നോക്കുക, അല്ലെങ്കിൽ എന്താടോ എന്തല്ലാന്ന് അങ്ങനെയുള്ളൊരു സംഭവം വരില്ലേ? എല്ലാവർക്കും ദൈവം എന്താ പറയുക ഒരേ കാഴ്ചപ്പാട് കാണാൻ പറ്റില്ലല്ലോ. ദൈവത്തെ പരിഹസിക്കുന്നവരുണ്ട്, കലയെ പരിഹസിക്കുന്നവരുണ്ട്. അപ്പം പലർക്കും പല മൈൻഡും ആയിരിക്കും. ഈ മൈൻഡുള്ളവർ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്ര ചടങ്ങുകളും പാലിക്കണം, ഇല്ലെങ്കിൽ പിടിച്ച് വെളിയിലിടും. മറിച്ച് മാനാഞ്ചിറ സ്ക്വയറിൽ ഇങ്ങനെ ഒരു സംഭവം വന്ന്, അല്ലെങ്കിൽ ഇവിടെയും പൊതുവേദികളിൽ ഒരു തെയ്യത്തിന് ഇങ്ങനെ കെട്ടി അവിടെ ആ തെയ്യത്തിനെ ഇൻസൾട്ട് ചെയ്താൽ അവർ ആരാ ചെയ്യുക, എന്താ ചെയ്യുക? അപ്പോൾ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കലയ്ക്ക് നമുക്ക് കിട്ടാനുള്ള അംഗീകാരം, അല്ലെങ്കിൽ ആ കലയ്ക്ക് കിട്ടുന്ന ഒരു പ്രസക്തി ഏത് വേദിയിലാണോ ആ കല ചെയ്യേണ്ടത് അവിടെ കിട്ടും. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് ഇറക്കാം, പൊതുവേദിയിലേക്ക് നമ്മൾക്ക് ഇറക്കാം.
പൊതുവേദിയിലേക്ക് ഇറക്കുമ്പോൾ അവിടെ ചെയ്യുന്ന ചടങ്ങുകൾ, ഇപ്പോൾ പൊതുവേദിയിൽ കണ്ണൂരൊക്കെ എന്ന് പറയുന്നത് കളിയാട്ടം നടക്കുന്ന ക്ഷേത്രത്തിലല്ല, വയൽത്തിരയായിട്ട് നടക്കുന്നുണ്ട്. അതിനും ചടങ്ങുണ്ട്. ആ ദേവതയെ ഒരു ആയുധത്തിലോ അല്ലെങ്കിൽ ഒരു ഇതിലേക്കോ ആവാഹിച്ച് കൊണ്ടുവന്ന് അവിടെ ഇരുത്തുന്നുണ്ട്. ആ ദേവത അവിടെ ഇരുത്തുന്നുണ്ട്. പണ്ടേ ദേവതയുടെ സഞ്ചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നവർ ആ ദേവതയെ ആവാഹിച്ച് അവിടെ ഇരുത്തിയിട്ടാണ് അവിടെ വയൽത്തറ നടത്തുന്നത്. അല്ലാതെ ഒരു വയലിൽ പോയിട്ട് അങ്ങ് കെട്ടി ആടുകയല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. നമുക്ക് ഈ ഒരു ദേവതേനെ അവിടെ കൊണ്ടുവന്ന് അതിന് പൂവും നീരും അതുപോലെ തന്നെ അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ കോലത്തെ നമ്മൾ കെട്ടിയാടുന്നത് പുറത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മറിച്ച് ഒരു പൊതുവേദിയിലേക്ക് ഒന്നുമില്ലാതെ ഒരു തെയ്യം വേഷം ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ തെയ്യത്തിന് കിട്ടുന്ന, കാരണം തെയ്യത്തെ സ്നേഹിക്കുന്നവർ അല്ലെ തറയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെതിരെ കൊടുക്കുന്ന ഒരു എന്താ പറയുക, അവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ അവരോടൊരു പ്രതിഷേധം ഉണ്ടാവും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. കുറേ തെയ്യക്കോലങ്ങളെ ഒരു ഓട്ടോൻ്റെ പുറകിൽ നിർത്തി കൊണ്ടുപോയിട്ടുള്ള ഒരു വീഡിയോ. അതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പല ഭാഗത്തു നിന്നുമുണ്ടായി. പക്ഷെ അതിനെ അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് പേര് സംസാരിച്ചു. ഇപ്പം ഫോക്ലോർ അക്കാദമി തന്നെ, അല്ലെങ്കിൽ ഫോക്ലോർ ആളുകൾ തന്നെ സംസാരിക്കുന്നത് തെയ്യത്തെ ജനകീയമാക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ തെയ്യം കലാരൂപത്തെ എല്ലാവർക്കും ആക്സസിബിൾ ആക്കേണ്ടതുണ്ട്. ഇപ്പം കാവുകളിലാണെങ്കിൽ കയറാൻ പറ്റാത്ത മതവിഭാഗങ്ങളുണ്ടാകും, അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അപ്പം എല്ലാവർക്കും ആക്സസിബിൾ ആവേണ്ട ഒരു കലയാണല്ലോ തെയ്യം. അപ്പം അത്തരത്തിൽ പൊതുവേദികളിൽ അവതരിപ്പിക്കപ്പെടുമ്പോഴല്ലേ അതിന് സാഹചര്യങ്ങളുള്ളൂ. ഇപ്പോൾ തന്നെ തിരുവനന്തപുരം വെച്ച് അങ്ങനത്തെ ഒരു പരിപാടി നടന്നപ്പോൾ അതിൽ തെയ്യത്തിനൊരു വിലയും നിലയില്ലാണ്ടായിപ്പോയ ഒരവസ്ഥയായി പോയിട്ടുണ്ട്. കാരണം ഒരു ലോറിയിൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ ഇത്രയും തെയ്യക്കോലങ്ങളെ ഇറക്കുന്നത്, കാരണം അത് ഒരു ഭക്തൻ്റെ എന്താ പറയുക, ഭൈരവനും കുട്ടിച്ചാത്തനും അല്ലെങ്കിൽ കണ്ടാകരണനുമാണ് ഈ ലോറിയിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈയൊരു സംഭവം വരുമ്പോൾ ആ ഒരു പ്രസക്തി നഷ്ടപ്പെടാം. ഇപ്പോൾ ജനകീയമാക്കുക എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ, ഇപ്പോൾ ഫോക്ലോർ അക്കാഡമി ഇപ്പോൾ പറയുന്നു ജനകീയമാക്കണമെന്ന്. പക്ഷേ അവിടെ നടന്നത് എന്താണ്? ഇങ്ങനെയല്ല ജനകീയമാക്കേണ്ട ഒരു കലയെ. ഇങ്ങനെയാണോ? പ്രത്യേകിച്ച് ഇത്രയും നല്ലൊരു അനുഷ്ഠാന കലയെ ഇങ്ങനെയല്ല ഈ ഫോക്ലോർ അക്കാഡമി ജനകീയമാക്കേണ്ടത്. അതിൻ്റെ കാര്യങ്ങൾ ആ കലാകാരന്മാരുമായിട്ട് സംസാരിക്കുക, എങ്ങനെ ചെയ്യാം നമുക്ക്. അല്ലാതെ വെറും ഇങ്ങനെ ലോറിയിലൊക്കെ ഒരു കോലത്തെ കൊണ്ടുവരുമ്പോൾ അത് ഒരു വിഭാഗം അംഗീകരിക്കുകയും ഒരു വിഭാഗത്തിന് മാനസികമായിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ്. മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടാവും അത്. അപ്പോൾ അതിൽ എന്താ പറയുക, അങ്ങനെ ചെയ്തുകൊണ്ട് അന്നേ നമ്മളും ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിന്നൊരാളാണ് നമ്മൾ. നമുക്കത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു കോലത്തെ ഒരു വണ്ടി കൊണ്ടിട്ട് ഇറക്കുന്ന ആ ഒരു സംഭവത്തിൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല.